വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മണ്ണാർക്കാട് പൂരം കാണാൻ മലയിറങ്ങി വരുന്ന ആദിവാസികൾക്ക് മൂപ്പിൽ നായര് നമ്മുടെ ആറാട്ടുകടവിൽ വെച്ചിട്ട് കഞ്ഞിപ്പാർച്ച നടത്തി പോന്നിരുന്നു. വർഷങ്ങൾക്കിപ്പുറം നമ്മുടെ മണ്ണാർക്കാട് പൂരത്തിന് ജാതി മത വർഗ ഭേദമന്യേ മനുഷ്യരെല്ലാവരും ഈ ഒരു ഇതിൽ പങ്കാളിത്തം കൊള്ളുന്നുണ്ട്. കഞ്ഞിപ്പാർച്ചയും ആ പ്രസാദം കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ ആരുടെയും ജാതി മത വർഗം ഒന്നും നമ്മൾ നോക്കാറില്ല. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും നമ്മൾ ആ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു ചെറിയ സംഭവമല്ല കേട്ടോ. ഒരുപാട് വരുന്ന ഭക്തർക്ക് നമ്മളെ ഈ ഒരു കഞ്ഞിപ്പാർച്ച നടത്തുന്നുണ്ട്. കഞ്ഞിപ്പാർച്ച വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ ഇതുപോലെ നമുക്ക് പാത്രത്തിലൊന്നും അവർക്ക് കഞ്ഞി കൊടുത്തിട്ടുണ്ടാവില്ലായിരുന്നിരിക്കാം. അന്നത്തെ ജാതി മത വ്യവസ്ഥയൊക്കെ അതനുസരിച്ചിട്ട് കഞ്ഞി ഇതുപോലെ മണ്ണിൽ എവിടെയെങ്കിലും കുഴിച്ചിട്ടായിരിക്കും, ഇല വെച്ചിട്ടോ അല്ലെങ്കിൽ പാളയൊക്കെ വെച്ചിട്ട് കുഴിച്ചിട്ടായിരിക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടാവുമായിരിക്കും. അതുകൊണ്ടാണ് പാർച്ച നടത്തിയിട്ടുണ്ടായത്. കഞ്ഞി പാർച്ച എന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ നമ്മളതൊക്കെ മാറി, നമ്മുടെ കാലഘട്ടം മാറി, നമ്മുടെ ചിന്താഗതികൾ മാറി. ഇപ്പൊ നമ്മളിതാ ഈ ഒരു പാത്രത്തിൽ എല്ലാവർക്കും ആവശ്യമുള്ള കഞ്ഞിയും അതുപോലെ പുഴുക്കും ഉണ്ടാവും കേട്ടോ. ഇത് രണ്ടുമാണ് കഞ്ഞിപ്പാർച്ചയ്ക്ക് നമുക്ക് പ്രസാദമായിട്ട് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ അത്രയും എൻജോയ് ചെയ്ത് ഹാപ്പി ആയിട്ട് ഈ ഒരു മൊമെന്റ് നമ്മൾ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കഞ്ഞിപ്പാർച്ചയുടെ ചരിത്രം ഒന്നും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മണ്ണാർക്കാട്ടിലെ മറ്റുള്ളവർക്ക് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിലെന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കുക, കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.